ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു പച്ചമാങ്ങ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണ്ടോ ഗൈസ്, ഞങ്ങളുടെ മാങ്ങ ഇങ്ങനെ ഊർപ്പിലേക്ക് കളന്ന് ആടിയൊലിയുന്നു. കണ്ടോ, ആടിയൊലിയുന്നു. കണ്ടോ, ഒത്തിരി മാങ്ങകളുണ്ട്. പക്ഷെ മേളിലാകട്ടോ, നമുക്ക് വീഡിയോക്കകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. മേളില ഞങ്ങൾക്ക് എപ്പോഴും മാങ്ങ കിട്ടുക. ഈ മാങ്ങക്ക് സീസണൊന്നുമില്ല, എപ്പോഴും ഉണ്ടാവും. അതിസാഹസികമായി ഞങ്ങളുടെ അമ്മ മാങ്ങ താഴെ ഇട്ടിരിക്കുന്നു. കണ്ടോ ഗൈസ്, 2 മാങ്ങ ഇട്ട് തറയിലിട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി മോര് കറി തയ്യാറാക്കാം. ഇനി ചെറിയ പീസാക്കി നമുക്കൊന്ന് അരിഞ്ഞ് എടുക്കാം. അങ്ങനെ സുറുമി മാങ്ങ പച്ചക്കറി തയ്യാറാക്കാന്ന് പറഞ്ഞു പീസാക്കി അരിയുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചക്കറി. തെക്കൻ ജില്ലയിൽ ഉണ്ടാക്കി വരുന്ന ഒരു പ്രത്യേക തരം കറിയാണ് ഈ ഒരു മാങ്ങ. തൈരില്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ വീട്ടിൽ തൈര് കണ്ടോളണമെന്നില്ല. അപ്പൊ നമുക്ക് മാങ്ങ വെച്ചിട്ടും നമുക്ക് മാങ്ങ മോര് കറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നല്ല പുളിയും എരിവും ഒക്കെയുള്ളൊരു കറിയാണ്. നമുക്ക് 3 പച്ചമുളക് കീറിയെടുക്കാം. അരിഞ്ഞെടുത്ത മാങ്ങയും പച്ചമുളകും നമുക്ക് വേവിക്കാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുള്ള മാങ്ങയിൽ നല്ല പോലെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മാങ്ങ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. 2 അല്ലി കൊച്ചുള്ളി ചേർക്കാം. ചെറിയ ജീരകം ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് ശകലം വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിക്കാം. അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ച് ഈ കറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു തള വന്നാൽ മതി. എന്നാൽ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് കടുകൊന്ന് താളിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി, കടുക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ മോര് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.